കയ്യിന്റെ മരപ്പ്, കയ്യിന് വേദന ഉണ്ടാവുക, പെരുപ്പ് ഉണ്ടാവുക, കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറയും. രാത്രി ആകുമ്പോൾ ഇത് വർദ്ധിച്ചു വരും. പിന്നെ കൈകൊണ്ട് നമുക്ക് സാധനം എടുക്കാനൊക്കെ ഉള്ള വിഷമം വരും. പലർക്കും കിടന്നുറങ്ങാൻ വയ്യാത്ത അവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണ് ഈ രോഗം ഉണ്ടാകണത്? ഇതിന് നാച്ചുറൽ ആയിട്ടുള്ള പരിഹാര മാർഗം ഉണ്ടോ? ഇതാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത്. നമ്മളുടെ കയ്യിൽ ഇവിടെ 2 അസ്ഥികളാണ് ഉള്ളത്. ഈ അസ്ഥികളുടെ ഇടയ്ക്കുള്ള ഭാഗത്തോട് ടണലാണ്, ഒരു തോട് പോലുള്ള ഭാഗമുണ്ട്. ഈ ഭാഗത്തുകൂടിയാണ് നമ്മളുടെ കൈകളിലേക്ക് വിരലുകളിലേക്കുള്ള ധാരാളം ഞരമ്പുകളും നാഡികളും എല്ലാം വരണത്. അപ്പൊ ഇതിന് വരുന്ന ഞെരുക്കമാണ് ഈ മരപ്പിന്റെ പ്രധാന കാരണം. മരപ്പ് ഒരു നാഡീരോഗമാണ്. അത് ഞരമ്പുകളെ ബാധിക്കുന്ന രോഗമല്ല. പക്ഷെ ഈ നാഡീരോഗം ഉണ്ടാവാൻ കാരണം ഞരമ്പുകളാണ്. ഞരമ്പുകൾക്ക് സമ്മർദ്ദം വരുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകും. നാഡികൾക്ക് സ്വന്തമായിട്ട് ബ്ലഡ് സപ്ലൈ ഇല്ല. നാഡികൾക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടണതും നാഡികൾക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നതൊക്കെ ബ്ലഡിൽ നിന്നാണ്. അപ്പൊ നാഡികളോടടുത്ത് രക്തക്കോലുകൾ പോകുന്നുണ്ടാവാം, ആർട്ടറികൾ ഉണ്ടാവും. ഇതിൽ നിന്നാണ് ബ്ലഡ് കിട്ടണത്. ഞരമ്പുകളിലൂടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി നടക്കാണ്ട് വന്നു കഴിഞ്ഞാൽ നാഡികൾക്ക് ബ്ലഡ് കിട്ടാതെ വരും. നാഡികളുള്ള അവയവങ്ങൾക്ക് തടസ്സം ഉണ്ടാവും. സിഗ്നൽ കൃത്യമായിട്ട് പോകാതെ വരും. ഒപ്പം ഇൻഫ്ലമേഷൻ ഉണ്ടാവും, നീർക്കെട്ടുണ്ടാവും. ഇതിന്റെ ഫലമായിട്ട് ഞരമ്പുകളും നാഡികളും ഞെരുങ്ങും, അവിടെ സമ്മർദ്ദം വരും. ഇതാണ് മരപ്പിന്റെ പ്രധാന കാരണം. മറ്റു ചില കാരണങ്ങൾ കൊണ്ടും താൽക്കാലികമായിട്ട് പ്രശ്നം ഉണ്ടാവാം. വിറ്റാമിൻ B12 കുറഞ്ഞാലുണ്ടാവാം. അതുപോലെ അമിതമായ ശരീരഭാരം കൊണ്ടുണ്ടാവാം. റുമാറ്റിസം, വാദം വന്നാലുണ്ടാകാം. തൈറോയിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ പ്രമേഹമുള്ളവരിൽ ഈ രോഗം വളരെ കൂടുതലുണ്ട്. 100 പേർക്ക് പ്രമേഹം വരുമ്പോൾ ഒരു 20 പേർക്കെങ്കിലും കയ്യിൽ പ്രശ്നം കാണും. അതിന്റെ കാരണവും ന്യൂറോപ്പതിയാണ്. നമുക്കറിയാം, പ്രമേഹം വന്നാലും നമ്മളുടെ രക്തക്കൊഴലുകൾ വീക്കാവും. രക്തക്കൊഴലുകൾ വീക്കായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാഡികൾക്കും വീക്കാവും. ഇൻഫ്ലമേഷൻ വർദ്ധിക്കും, നീർക്കെട്ട് വർദ്ധിക്കും. ഇതുകൊണ്ടാണ് പ്രമേഹമുള്ളവരിൽ രോഗം കൂടുതൽ ഉണ്ടാവാനുള്ള കാരണം. അപ്പൊ സാധാരണ രോഗം വന്നാൽ എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ ആദ്യം ചില പെയിൻ കില്ലറുകളൊക്കെ തരും. പിന്നെ ചില ഡോക്ടർമാർ സ്റ്റിറോയിഡ് ചേർന്ന ചില മരുന്നുകളെ കുത്തിവെക്കും. അങ്ങനെ താൽക്കാലികമായിട്ട് ചില പരിഹാരങ്ങൾ ഉണ്ടാവും. പക്ഷെ സ്ഥിരമായ പരിഹാരവും ഉണ്ടായിക്കൊള്ളുന്നില്ല. സ്ഥിരമായിട്ടുള്ള പരിഹാരമായിട്ട് മോഡേൺ മെഡിസിൻ പറയണത് സർജറിയാണ്. ഒരു സർജറി ഞരമ്പും നാടുകളും മുറിക്കാനല്ല. നമ്മുടെ കയ്യിന്റെ ഭാഗത്ത് കയ്യിന് ദൃഢത കിട്ടാൻ വേണ്ടിയിട്ട്, കയ്യിന് ബലം കിട്ടാൻ വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള ചില ലിഗ്മെന്റുകളുണ്ട്. ഈ ലിഗ്മെന്റാണ് കട്ട് ചെയ്ത് കളയുക ചെയ്യണത്. ലിഗ്മെന്റ് കട്ട് ചെയ്താൽ അവിടുത്തെ സമ്മർദ്ദത്തിന് കുറവുണ്ടാവും. അതിന്റെ ഫലമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നേരത്തെ പോലെയാവും. അതുപോലെ നാഡികൾക്കുള്ള ഞെരുക്കത്തിന് മാറ്റം വരും. നമ്മളുടെ വേദന കുറയുകയും ചെയ്യും. അപൂർവം ചിലർക്ക് വീണ്ടും വേദന ഉണ്ടാകാം. പക്ഷെ മറ്റൊരു ഗുരുതരമായ പ്രശ്നമുണ്ട്. നമ്മുടെ ശരീരത്ത് സൃഷ്ടികർത്താവ് ഒന്നും ആവശ്യമില്ലാണ്ട് വച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ലിഗ്മെന്റ് വെച്ചേക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. ആ ലിഗ്മെന്റ് കട്ട് കഴിഞ്ഞാൽ ആ ഉദ്ദേശം നടക്കാതെ വരും. അതിന്റെ ഫലമായിട്ട് പലർക്കും കയ്യിന് പഴയ പോലുള്ള ബലം കിട്ടുന്നില്ല, സ്വാധീനം കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. ആ പ്രശ്നം പിന്നെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കില്ല. മറ്റൊന്ന്, വർദ്ധിച്ച ചെലവും വരും. ഏതാണ്ട് 20,000 രൂപ 40,000 രൂപ വരും ഈ സർജറിക്ക്. പിന്നെ കുറച്ച് നാള് റെസ്റ്റ് എടുക്കുകയും ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഈ സർജറിയിലേക്ക് പോകാതെ എന്തെങ്കിലും ഉപാധി ഉണ്ടെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. മസിലുകൾക്കും നാഡികൾക്കും ഞരമ്പുകൾക്കും അസ്ഥികൾക്കും ബലം കിട്ടാൻ പാകത്തിന് നമ്മള് ഒരു സമീകൃതമായിട്ടുള്ള ആഹാരക്രമത്തിലേക്ക് വരിക. രണ്ടാമത്, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും ആയാസം കിട്ടുന്ന തരത്തിലുള്ള കുറച്ച് വ്യായാമങ്ങളിൽ ഏർപ്പെടുക. ഇന്ന് ഈ വ്യായാമത്തിന്റെ കുറവാണ് ഈ രോഗത്തിന്റെ കാരണം. ഒരു 10-50 വർഷം മുന്നേ ഈ രോഗത്തെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല നമ്മള്. അപ്പൊ ഇന്ന് നമ്മളുടെ കയ്യും കാലും ശരിക്കും അനങ്ങണില്ല, ശരിക്കും വ്യായാമം കിട്ടുന്നില്ല. അതാണ് രോഗം കൂടാൻ കാരണം. മിക്കവാറും വീട്ടമ്മമാർക്കാണ് രോഗം വരണത്. അതിന്റെ കാരണം അതാണ്. അതുപോലെ ഇരുന്ന് പണി ചെയ്യുന്നവർക്ക് കാർപ്പൽ ടണൽ സിൻഡ്രം പരിഹരിക്കാൻ സഹായകരമായ ചില വ്യായാമങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഒന്ന്, കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കുക. ഇത് നാഡികളുടെയും ഞരമ്പുകളുടെയും ശക്തി വർദ്ധിപ്പിക്കാൻ, മസിലിന്റെ ശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ കയ്യിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സഹായിക്കും. രണ്ട് കൈ ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുക, ശ്വാസം ഇട്ടുകൊണ്ട് ചേർക്കുക, ശ്വാസം എടുത്തുകൊണ്ട് പോവുക, ശ്വാസം ഇട്ടുകൊണ്ട് ചേർക്കുക. ഇത് നമുക്ക് 10-25 പ്രാവശ്യം ചെയ്യാം. മൂന്നാമത്, കൈയിന്റെ വിരലുകൾ ഇങ്ങനെ, ഇടത് കൈയിനെ നമ്മൾ വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ വിരൽ ഇങ്ങനെ പിറകോട്ടാക്കുക. അപ്പൊ ഇവിടെ ഒരു മർദ്ദം വരും. ഇങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് 10-20 പ്രാവശ്യം ചെയ്യാം. രണ്ട് കൈയും മാറി മാറി ചെയ്യണം.
മൂന്നാമത് കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ഇങ്ങനെ ഇത് ഇങ്ങനെ. പിന്നെ കൈ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ. ഇത് ഏറ്റവും ഫലപ്രദമാണ്. അവിടുത്തെ അസ്ഥികൾ അകലാനും അതുപോലെ സമ്മർദ്ദം കുറയാനും നാഡികളുടെ പ്രവർത്തനം പഴയ പോലെ സജീവമാകാനും വളരെ ഫലപ്രദമാണ് ഈ വ്യായാമം. പിന്നെ ഒന്ന് നമ്മൾ കൈ ഇങ്ങനെ വെറുതെ നീർത്തുകയും മടക്കുകയും ചെയ്യുക. ഇത് മുമ്പത്തെ 20-30 പ്രാവശ്യം ചെയ്യാം. വെറുതെ ഇരുന്ന് ചെയ്യാവുന്ന പണി. ഇതൊക്കെ വളരെ ഈസിയാണ്. അതുപോലെ കൈ ഇങ്ങനെ ചിറ്റിക്കുക, ക്ലോക്ക് വൈസ് ആയിട്ടും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ചെയ്ത്. പിന്നെ കൈ ഇങ്ങനെ ഇടത് കൈ നമ്മൾ വലത് കൈ കൊണ്ട് താങ്ങി കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യുക, അങ്ങനെ തിരിച്ചും ക്ലോക്ക് വൈസ് ആയിട്ട് ചെയ്യാം. രണ്ട് കൈ നമ്മൾ ഇതുപോലെ ചെയ്യണം. പിന്നെ നമ്മൾ മൊത്തത്തെ കൈ ഇങ്ങനെ കീഴ്പോട്ടും മേൽപോട്ടും. എനിക്ക് പറയാനുള്ളത്, ഈ രോഗം വരാൻ വേണ്ടി കാത്തിരിക്കരുതെന്നാണ് പറയാനുള്ളത്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നാഡിരോഗമാണ്, മാറ്റിയെടുക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഞാൻ ഈ കാണിച്ച് വ്യായാമങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ കയ്യിൽ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് ഷുഗർ ഉണ്ട്, ഈ പ്രശ്നം തുടങ്ങിയിട്ടില്ലെങ്കിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഷുഗർ ഉള്ളവർക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ രോഗത്തിന് വേണ്ടി കാത്തിരിക്കരുത്. പ്രമേഹമുണ്ടോ, ആഴ്ചയിൽ 2-3 ദിവസം മറ്റ് വ്യായാമത്തിനോടൊപ്പം ഈ കൈയിനുള്ള വ്യായാമം കൂടി ചെയ്യുക. അതുകൊണ്ട് സർജറി അല്ല അതിന്റെ അവസാന വാക്ക്. സർജറി ഇല്ലാതെ പലപ്പോഴും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സിൽ ഇങ്ങനെ അനവധി വ്യായാമങ്ങളെ കുറിച്ചിട്ടും അതുപോലെ പരിഹാര മാർഗങ്ങളെ കുറിച്ചും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കും അത് പഠിക്കാവുന്നതാണ്.